everyone, welcome to Salem Learning. Anita Miss ആണ്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് EVS പഠിക്കാം അല്ലേ. അപ്പോൾ മക്കളെ നമ്മുടെ എക്സാം ടൈം ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി കളിക്കാനും രസിക്കാനും ഒന്നും ടൈം ഇല്ല അല്ലേ. മാക്സിമം ടൈം നമ്മൾ പഠിക്കണം. കാരണം ഇത്തവണത്തെ എക്സാം എന്ന് പറയുന്നത് നമ്മുടെ LSS എൻട്രി കൂടിയാണ്. അപ്പോൾ നിങ്ങളെ സഹായിക്കാനായിട്ട് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയ ജീവികളും ചുറ്റുപാടും ഓർഗാനിസം ആൻഡ് സറൗണ്ടിങ് ആ ഒരു യൂണിറ്റിന്റെ കംപ്ലീറ്റ് ഒരു റിവിഷൻ ആണ് ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? പുതിയൊരു ടേം ആണ് അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അനുകൂലനം. എന്താണ് അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ എന്താണ് അനുകൂലനം എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണം എടുക്കുവാണെങ്കിൽ നമുക്ക് ഫിഷ് എടുക്കാം, മത്സ്യം എടുക്കാം. മത്സ്യം എവിടെയാണ് ജീവിക്കുന്നത്? വെള്ളത്തിലാണ് ജീവിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ക്യാമൽ, ഒട്ടകം എവിടെയാണ് ജീവിക്കുന്നത്? മരുഭൂമിയിലാണ് ജീവിക്കുന്നത്. അതുപോലെ തന്നെ മരുഭൂമിയിൽ മാത്രം വളരുന്ന ചില സസ്യങ്ങളുണ്ടാവും. അതുപോലെ തന്നെ പെൻഗ്വിൻ അവരെവിടെയാണ് ജീവിക്കുന്നത്? യെസ്, അവരൊക്കെ ഈ പറയുന്ന പോളാർ റീജിയൻ അല്ലെങ്കിൽ ധ്രുവപ്രദേശത്താണ് ജീവിക്കുന്നത്. അപ്പോൾ ഓരോ ജീവിയും എവിടെയാണോ ജീവിക്കുന്നത് ആ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന സ്ഥലത്ത് നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ അവരുടെ ശരീരത്തിന് അല്ലെങ്കിൽ അവർക്ക് കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ പറയുന്ന അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അനുകൂലനം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് അഡാപ്റ്റേഷൻ? പെക്യുലാരിറ്റീസ് ഓഫ് ആൻ ഓർഗാനിസം ടു ലിവ് ഇൻ ഇറ്റ്സ് ഡ്വെല്ലിംഗ് പ്ലേസ്. ഡ്വെല്ലിംഗ് പ്ലേസ് എന്ന് പറഞ്ഞാൽ വാസസ്ഥലം എന്നാണ് അർത്ഥം. ഒരു ജീവിക്ക് തൻ്റെ വാസസ്ഥലത്ത് ജീവിക്കാൻ വേണ്ട പ്രത്യേകതകളെ അല്ലെങ്കിൽ സവിശേഷതകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അനുകൂലനം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുപോലെ നമ്മുടെ ചുറ്റുപാടും അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള ധാരാളം ഓർഗാനിസത്തിന്റെ അഡാപ്റ്റേഷനെ പറ്റിയാണ് നോക്കുന്നത്. ഏറ്റവും ആദ്യം നമുക്ക് എന്ത് നോക്കാം? ഫിഷിന്റെ കാര്യങ്ങൾ നോക്കാം അല്ലെ. മത്സ്യത്തിന്റെ പ്രത്യേകത എന്തെല്ലാം പ്രത്യേകതയാണ്? തോണിയുടെ പോലുള്ള രണ്ടറ്റവും കൂർത്ത ശരീരാകൃതി, ബോട്ട് ഷേപ്ഡ് ബോഡിയാണ്. എന്തിന് സഹായിക്കുന്നുണ്ട്? ആ വാട്ടറിലൂടെ എളുപ്പത്തിൽ മൂവ് ചെയ്യാൻ സഹായിക്കുന്നു. വഴുവഴുത്ത ശരീരമുണ്ട്, സ്ലിപ്പറി ബോഡി ഉണ്ട്. എന്തിന് സഹായിക്കുന്നു? വെള്ളത്തിലൂടെ ഗ്ലൈഡ് ചെയ്യാൻ സഹായിക്കുന്നു. ചിറകുകൾ അല്ലെങ്കിൽ ഫിൻസ് ഉണ്ട്. എന്തിന് സഹായിക്കുന്നു? സ്വിം ചെയ്യാൻ സഹായിക്കുന്നു. വാൽച്ചിറക് അല്ലെങ്കിൽ ടെയിൻഫിൽ എന്തിനെ സഹായിക്കുന്നത്? ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്നു. ശകുലങ്ങൾ, ഗിൽസ് എന്തിന് സഹായിക്കുന്നു? ബ്രീത്ത് ചെയ്യാൻ, ശ്വസിക്കുന്നതിന് സഹായിക്കുന്നു. അതുകൂടാതെ ശൽക്കങ്ങൾ അല്ലെങ്കിൽ ഓർഡർലി അറേഞ്ച്ഡ് സ്കെയിൽസ് ഉണ്ട്. അതെന്തിനെ സഹായിക്കുന്നത്? കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് അവർക്ക് സ്വന്തമായിട്ട് പ്രൊട്ടക്ഷൻ നൽകുന്നതിന് സഹായിക്കുന്ന മെയിൻ ആയിട്ടുള്ള കാര്യമാണ് അവരുടെ ശൽക്കങ്ങൾ അല്ലെങ്കിൽ സ്കെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫിഷിന്റെ അഡാപ്റ്റേഷൻ ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ഡിസേർട്ട് പ്ലാന്റ്സ്, അതായത് മരുഭൂമിയിൽ കാണുന്ന സസ്യങ്ങളുടെ പ്രത്യേകതകളാണ്. എന്തെല്ലാം പ്രത്യേകതകളുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ കുറച്ച് പ്രത്യേകതകളാണ് നമ്മൾ ഇവിടെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് പ്രത്യേകത നമുക്ക് എന്ത് പറയാൻ പറ്റും? അവയുടെ തണ്ടുകൾക്ക് മെഴുകു പോലുള്ള ആവരണമുണ്ട്. അത് മാത്രമല്ല അവരുടെ സ്റ്റെം എന്ന് പറയുന്നത് കട്ടിയുള്ളതായിരിക്കും. അതിൻ്റെ ഉള്ളിൽ വാട്ടർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടാവും. അപ്പൊ സ്റ്റെംസ് ഹാവ് എ വാക്സി കോട്ടിംഗ്, പോലുള്ള ആവരണമുണ്ട്. തണ്ടുകളിലെ ആവരണം ജലനഷ്ടം തടയാനായിട്ട് സഹായിക്കുന്നു. ദ കോട്ടിംഗ് ഓൺ ദി സ്റ്റെം ഹെൽപ്പ് ടു പ്രിവെന്റ് വാട്ടർ ലോസ്. അത് മാത്രമല്ല അവരുടെ വേരുകളുടെ പ്രത്യേകത എന്താണ്? മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുന്ന വേരുകളാണ് അവയ്ക്കുള്ളത്. ഓക്കെ, ഈ പോയിന്റുകളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കാം. ദ റൂട്ട്സ് ആർ ക്യാപ്പബിൾ ഓഫ് ഗോയിങ് വെരി ഡീപ്പ് ഇൻടു സോയിൽ. അപ്പൊ സസ്യങ്ങളുടെ പ്രത്യേകതയാണ് നമ്മൾ നോക്കിയത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആരുടെയാണ്? ഈ കാണുന്ന രണ്ടാൾക്കാരുടെ ആരുടെയാണ്? യെസ്, ഒന്ന് നമ്മുടെ ക്യാമൽ അല്ലെ, മരുഭൂമിയിൽ കാണുന്ന ഒട്ടകം. രണ്ട് എന്താണ്? നമ്മുടെ പെൻഗ്വിൻ. മിസ് ആദ്യം പറഞ്ഞായിരുന്നു അല്ലെ, ധ്രുവ പ്രദേശത്ത് കാണുന്ന പെൻഗ്വിൻ. അവരുടെ ഒരു സവിശേഷത അവർ തന്നെ ഈ ഒരു ചിത്രത്തിലൂടെ ഇവിടെ പറയുന്നുണ്ട്. എന്താണ്? യെസ്, ഈ പറയുന്ന ക്യാമൽസിന്റെ പ്രത്യേകതയാണെങ്കിൽ അവരുടെ മുതുകിൽ ഫാറ്റ് ഉണ്ട്, കൊഴുപ്പുണ്ട്. അപ്പൊ കുറേ കാലം അവർക്ക് വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റും. അതുപോലെ തന്നെ പെൻഗ്വിന്റെ കേസിലും എന്താണ്? പെൻഗ്വിനും അവരുടെ ത്വക്കിന്റെ അടിയിൽ കൊഴുപ്പുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു ശൈത്യമാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന പോളാർ റീജിയനിൽ കുറെ കാലം ജീവിക്കാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഈ പ്രത്യേകത മാത്രമല്ല, ഇതിന്റെ കൂടെ കുറച്ച് പ്രത്യേകത കൂടി നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? വായിച്ചു നോക്കുക, പഠിക്കുക. ഇനി ഇതിന്റെ കൂടെയുള്ള അഡീഷണൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കോ. പെൻഗ്വിന്റെ കുറച്ച് പ്രത്യേകത നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? പെൻഗ്വിന്റെ ത്വക്കിനടിയിലെ കൊഴുപ്പ് ആവരണം തണുപ്പിനെ പ്രതിരോധിക്കുന്നു. ഫാറ്റ് ലെയർ അണ്ടർ ദി സ്കിൻ പ്രൊട്ടക്ട് എഗെയിൻസ്റ്റ് കോൾഡ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതിന്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി ആലോചിക്കുക. കാലുകളിലെ വിരലുകൾ ചർമ്മം കൊണ്ട് ബന്ധിച്ചിരിക്കുന്നു. ഇര പിടിക്കാൻ സഹായിക്കുന്ന കൊക്കുണ്ട്. ഓക്കെ, ടോസ് ആർ കവേർഡ് വിത്ത് സ്കിൻ ആൻഡ് ബീക്ക് ടു ഹെൽപ്പ് ക്യാച്ച് പ്രേ. ഇത് രണ്ടും ജസ്റ്റ് ഒന്ന് അഡീഷണൽ ആയിട്ട് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഇനി അടുത്തത് നമ്മൾ ക്യാമലിനെ എടുക്കാം. ക്യാമലിന്റെ പ്രത്യേകത എന്താണ്? മൂക്കുകൾ ഇഷ്ടാനുസരണം അടയ്ക്കാനും തുറക്കാനും കഴിയുന്നതിനാൽ മണൽ ശ്വാസകോശ
അന്തരീക്ഷത്തിൽ കടക്കാതെ സംരക്ഷിക്കുന്നു. നോസ്ട്രിൽസ് ക്യാൻ ബി ക്ലോസ്ഡ് ആൻഡ് ഓപ്പൺ അറ്റ് വിൽ പ്രിവെന്റ് സാൻഡ് ഫ്രം എൻറ്ററിങ് ടു ലങ്സ്. ഓക്കെ, ഒരു പോയിന്റ് നിങ്ങൾക്ക് പറയാം. നമ്മൾ ആദ്യം പഠിച്ച പോയിന്റ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ പറയാം. ശരീരത്തിൽ നിന്നും ജലനഷ്ടം വളരെ കുറവാണ്. ഇത് നിങ്ങൾക്ക് അടുത്ത പോയിന്റ് ആയിട്ട് പറയാം. അപ്പൊ ഇത്രയും പോയിന്റ് ഒന്നുമല്ല, ഇതിനേക്കാളും ധാരാളം പോയിന്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഈ ചാപ്റ്ററിന്റെ ലൈവ് നിങ്ങൾ കണ്ടാൽ മതി. ഓക്കെ, ലൈവ് 2 പാർട്ടായിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിന് ലൈവ് കഴിഞ്ഞിട്ടുണ്ട്. ആ ലൈവിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഇതിനും കൂടുതൽ കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ പ്രാണ ബാച്ചിൽ ജോയിൻ ചെയ്താൽ മതി. ഓൾറെഡി പ്രാണ ബാച്ചിൽ ജോയിൻ ചെയ്ത മക്കളൊക്കെ ഇത് പഠിച്ച് കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതിന് കൂടെ നമ്മൾ പുതിയൊരു ടേം കൂടി പഠിക്കുവാണ്, ഹാബിറ്ററ്റ് അല്ലെങ്കിൽ വാസസ്ഥലം അല്ലെങ്കിൽ ആവാസം എന്നൊക്കെ നമ്മൾ പറയും. എന്താണ് ആവാസം അല്ലെങ്കിൽ എന്താണ് ഹാബിറ്ററ്റ്? സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഒരു ജീവി എവിടെയാണോ ജീവിക്കുന്നത് ആ ചുറ്റുപാടിനെയാണ് നമ്മൾ ആവാസം അല്ലെങ്കിൽ ഹാബിറ്ററ്റ് എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? ഓരോ ജീവികൾക്കും അവർ ജീവിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവും. ആ ഒരു ചുറ്റുപാടിനെയാണ് നമ്മൾ ആവാസം അല്ലെങ്കിൽ വാസസ്ഥലം അല്ലെങ്കിൽ ഹാബിറ്ററ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുളം, പുഴ, വയലും കേട്ടോ, പോണ്ട്, റിവർ, ഫീൽഡ്, ഇവയൊക്കെ എക്സാമ്പിൾസ് ആണ്. ഇനി നമ്മുടെ സറൗണ്ടിങ്സിലേക്ക് നോക്കിയാൽ നമുക്ക് അവിടെ ജീവനുള്ള ആൾക്കാരെയും കാണാൻ പറ്റും, ജീവൻ ഇല്ലാത്ത ആൾക്കാരെയും കാണാൻ പറ്റും. അപ്പൊ ജീവനുള്ള ആൾക്കാരെ, ലിവിങ് തിങ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബയോട്ടിക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ജീവീയ ഘടകങ്ങൾ. എക്സാമ്പിൾ കുറേ കിട്ടും. കാരണം നമ്മൾ അടക്കം അല്ലെങ്കിൽ പ്ലാന്റ്സ് അടക്കം ആനിമൽസ് അടക്കം ഒക്കെ എന്താണ്, അവർക്കൊക്കെ ജീവനുണ്ട്. പക്ഷെ ജീവനില്ലാത്ത ഘടകങ്ങൾ നമ്മുടെ ചുറ്റുപാടുണ്ട്. അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോൺ ലിവിങ് തിങ്സ് അല്ലെങ്കിൽ അബയോട്ടിക് ഫാക്ടേഴ്സ്. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ എയർ, വാട്ടർ, സൺലൈറ്റ്, സോയിൽ, റോക്ക്, ഇവയൊക്കെ. അതിന്റെ മലയാളത്തിൽ നമ്മൾ അജീവീയ ഘടകങ്ങൾ എന്നാ പറയുന്നത്. അപ്പൊ ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ചുറ്റുപാടിൽ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇവര് രണ്ടുപേരും, അതായത് ബയോട്ടിക് ഫാക്ടേഴ്സ് ആയിക്കൊള്ളട്ടെ, എബയോട്ടിക് ഫാക്ടേഴ്സ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ലിവിങ് തിങ്സ് ആയിക്കൊള്ളട്ടെ, നോൺ ലിവിങ് തിങ്സ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മലയാളത്തിൽ അജീവീയ ഘടകങ്ങളും ജീവീയ ഘടകങ്ങളും ആയിക്കൊള്ളട്ടെ, ഇവയെല്ലാം കൂടി ഒരു പരസ്പരം ആശ്രയിച്ചിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. സോ അങ്ങനെ ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും കൂടി പരസ്പരം ആശ്രയിച്ച് ജീവിക്കുന്ന ആ ചുറ്റുപാടിനെ നമ്മൾ മറ്റൊരു പേര് വിളിക്കും. ദാറ്റ് ഈസ് ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ എക്കോസിസ്റ്റം. എന്താ വിളിക്കുന്നത്? ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ എക്കോസിസ്റ്റം. എക്സാമ്പിൾസ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. വൃക്ഷം, വയല്, കുളം, അരുവി, കുന്ന്, ഇവയൊക്കെ എന്താണ്? ചെറിയ ആവാസ വ്യവസ്ഥയാണ്. വലിയ ആവാസ വ്യവസ്ഥയ്ക്ക് എക്സാമ്പിൾ ആണ് നമ്മുടെ ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, ഡെസേർട്ട്, ഓഷ്യൻ, പോളാർ റീജിയൻ മുതലായവ. അപ്പൊ ഇവിടെ നമ്മൾ അഡാപ്റ്റേഷൻ, അനുകൂലനം എന്താന്ന് പറഞ്ഞു, ആവാസം ഹാബിറ്ററ്റ് എന്താന്ന് പറഞ്ഞു, ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ എക്കോസിസ്റ്റം എന്താന്ന് പറഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പറയുന്ന എക്കോസിസ്റ്റത്തിനൊക്കെ ഡാമേജ് വരുത്തുന്ന കുറച്ച് നമ്മൾ മനുഷ്യർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ടതാണ് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ കുന്നിടിക്കൽ. ഇതുകൊണ്ട് എന്തെല്ലാം ദോഷങ്ങൾ സംഭവിക്കുന്നുണ്ട്? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. കുന്നിടിക്കൽ കൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്? മക്കൾ എന്ത് ചെയ്യുക? ഇതൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. ആരാണ് കുന്നിടിക്കുന്നത്? നമ്മൾ തന്നെയാണ് കുന്നിടിച്ച് കളയുന്നത് പല ആവശ്യങ്ങൾക്ക് വേണ്ടി. അപ്പൊ കുന്നിടിക്കുന്നത് കൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു? ഈ കാണുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്നതാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എയർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ എന്നീ പറയുന്ന മലിനീകരണങ്ങളെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. ഇവ ഓരോന്നിനും ആരാണ് കാരണക്കാരൻ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവ ഉണ്ടാവുന്നത്, ഇനി ഇവ ഉണ്ടായാൽ എങ്ങനെയാണ് നമ്മളെ അത് ബാധിക്കുന്നത് എന്നിങ്ങനെയുള്ള പല ചോദ്യങ്ങളും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്കുണ്ടാവും. അപ്പൊ നമ്മളിവിടെ നോക്കുന്നത് മണ്ണ് മലിനമാവുന്ന മറ്റു പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്ന് കണ്ടെത്തി ചർച്ച ചെയ്ത് എഴുതും. ഇതാണ് ഒരു ചോദ്യം. അപ്പൊ 2 ചിത്രം തന്നിട്ടുണ്ട്. സോയിൽ പൊല്യൂഷന് കാരണമാവുന്നത്, മറ്റു കാരണങ്ങൾ എന്തൊക്കെ എന്നാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ പഠിക്കണം. ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ചുറ്റുപാടും ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. സോയിൽ പൊല്യൂഷൻ മാത്രമല്ല, പിന്നെ എന്താണ്? ഇവിടെ നോക്കിക്കേ, എയർ പൊല്യൂഷൻ, വായു മലിനീകരണം. അതിനുള്ള സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? ഇത് വായിച്ചു നോക്കുക. ഓക്കെ, അപ്പൊ ചുരുക്കി പറയുവാണെങ്കിൽ നമുക്ക് ഇവയെല്ലാം പരസ്പരം കണക്റ്റഡ് ആണെന്ന് പറയാൻ പറ്റും. കാരണം വായു മലിനീകരണം സംഭവിച്ചാൽ ഓട്ടോമാറ്റിക്കലി അവിടെ ജലമലിനീകരണവും, അതുപോലെ തന്നെ ജലമലിനീകരണം സംഭവിച്ചാൽ മണ്ണ് മലിനീകരണവും എല്ലാം ഇങ്ങനെ കണക്റ്റഡ് ആണ്. അപ്പൊ ഇവയ്ക്കൊക്കെ എന്തെങ്കിലും ഡാമേജ് പറ്റിയാൽ ആരെയാണ് ബാധിക്കുന്നത്? എക്കോസിസ്റ്റം, നമ്മുടെ നിലനിൽപ്പിനെ തന്നെയാണ് ബാധിക്കുന്നത് എന്ന് മക്കൾ ഓർക്കുക. പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ പുതിയൊരു ടേം നമ്മൾ പഠിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങൾ അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. എന്താണ് പ്രകൃതി ദുരന്തങ്ങൾ? അവയ്ക്ക് കുറച്ച് എക്സാമ്പിൾസ് പഠിക്കണം. അപ്പൊ പ്രകൃതി ദുരന്തം എന്താണ് എന്ന് ചോദിച്ചാൽ
പ്രകൃതിയിലുണ്ടാവുന്ന ദുരന്തമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. പ്രകൃതി ദുരന്തങ്ങൾ പരിസ്ഥിതിക്കും ജീവജാലങ്ങൾക്കും വലിയ നാശനഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. സ്വാഭാവിക കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മനുഷ്യന്റെ ഇടപെടൽ കൊണ്ടോ പ്രകൃതി ദുരന്തം ഉണ്ടായേക്കാം. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് കോസ് ഗ്രേറ്റ് ഡാമേജ് ടു അവർ എൻവയോൺമെന്റ് ആൻഡ് ലിവിംഗ് തിങ്സ്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ക്യാൻ ഒക്കർ ഡ്യൂ ടു നാച്ചുറൽ കോസസ് ഓർ ഹ്യൂമൻ ഇന്റർഫറൻസ്. അപ്പൊ പല കാരണങ്ങൾ കൊണ്ട് ഈ പറയുന്ന പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായേക്കാം. അപ്പൊ കുറച്ച് എക്സാമ്പിൾസ് എന്ത് ചെയ്യണം മക്കൾ ഓർത്തു വെക്കാം. പ്രകൃതി ദുരന്തങ്ങൾക്ക് എക്സാമ്പിൾസ് ഇതൊന്നും ബൈഹാർട്ട് പഠിക്കുന്ന കാര്യമില്ല അല്ലെ. ഇപ്പോഴത്തെ റീസെന്റ് ആയിട്ട് ന്യൂസ് പേപ്പറിലൂടെയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെയും ധാരാളം പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഫ്ലഡ് അല്ലെ. അപ്പൊ ഈ ഫ്ലഡ് ഒക്കെ വരുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ വെള്ളപ്പൊക്കം അപകടമാകാതിരിക്കാനായിട്ട് നമ്മൾ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം, അതും നമ്മൾ എന്ത് ചെയ്യണം ഓർക്കണം. അപ്പൊ ഫ്ലഡ് വരുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എത്രയും പെട്ടെന്ന് നമ്മൾ കുറച്ച് ഹൈറ്റ് കൂടിയ പ്രദേശത്തേക്ക് നമുക്ക് മാറണം. അതുപോലെ തന്നെ ഫ്ലഡ് വരാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം പ്രിക്കോഷൻസ് നമ്മൾ എടുക്കണം, എന്തെല്ലാം മുൻകരുതലുകൾ നമ്മൾ എടുക്കണം. ഇത് വായിച്ചു നോക്കിയാൽ മതി. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. യെസ്, പുഴയോട് ചേർന്ന പ്രദേശത്ത് വീട് വെക്കാതിരിക്കണം, അതുപോലെ തന്നെ വയലുകൾ മണ്ണിട്ട് നികത്താതിരിക്കണം, പിന്നെ ബണ്ടുകൾ നിർമ്മിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് ഒരു പക്ഷേ ഫ്ലഡിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് പറ്റും. അപ്പൊ കുറേ കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇതിന്റെയൊക്കെ മിസ് ഒന്നുകൂടി പറയുവാണ്, ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നമ്മുടെ ലൈവ്, അതായത് ഈ ഒരു ചാപ്റ്ററിന്റെ പേര് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ലൈവ് കാണാം. ലൈവിൽ നിങ്ങൾ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളും ഞാനും ഒരുമിച്ചാണ് നമ്മുടെ ലൈവൊക്കെ കണ്ടത്. അപ്പൊ കുറച്ച് മക്കൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, അതൊന്നും പോയി കാണുക. ഓക്കെ, അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഈ പറയുന്ന ഓണപ്പരീക്ഷ വരെ നമ്മൾ ഇതുവരെ സെറ്റ് ആക്കിയിട്ടുള്ളൂ അല്ലേ. ഈ ഓണപ്പരീക്ഷയും കഴിഞ്ഞ് നമുക്കൊരു ക്രിസ്മസ് പരീക്ഷയുണ്ട്. അപ്പൊ ക്രിസ്മസ് പരീക്ഷ അതിന്റെ കൂടെ തന്നെ നമുക്ക് LSS എഴുതണം, പിന്നെ ആനുവൽ എക്സാം ഉണ്ട്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമുക്ക് കവർ ചെയ്യാനുണ്ട്. എല്ലാം നമുക്ക് കവർ ചെയ്യണം. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഈ ഒരു ചോദ്യം കൂടി നമ്മൾ ഒന്ന് ആലോചിച്ച് നോർത്തെടുക്കുവാണ്. മനുഷ്യന്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളാണ് ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുന്നത്? എന്തെല്ലാം പ്രവർത്തനങ്ങൾ നശിപ്പിക്കുന്നു? എക്കോസിസ്റ്റത്തിന് നാശത്തിന് കാരണമാവുന്ന എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ട്? എന്തെല്ലാം പ്രവർത്തനങ്ങൾ? ഡിഫോറസ്റ്റേഷൻ, ഫീൽഡ് ഫില്ലിംഗ്, അതുപോലെ തന്നെ ഡിസ്പോസൽ ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ്, ഡിസ്ട്രക്ഷൻ ഓഫ് ദി ഹില്ല്, സാൻഡ് മൈനിങ്, ഇവയൊക്കെ എന്താണ് നമ്മുടെ എക്കോസിസ്റ്റം ഡാമേജ് ചെയ്യാനുള്ള കാരണമാണ്. അപ്പൊ ഇത്രയും ടോപ്പിക്കാണ് ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിലുള്ളത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾ പഠിക്കുവാണെങ്കിൽ ഓണപ്പരീക്ഷ നമുക്ക് സെറ്റ് ആവും. ഇനി അതിന്റെ കൂടെയുള്ള ക്രിസ്മസും ആനുവൽ എക്സാമും LSSും കൂടെ ഒക്കെ ഒന്ന് സെറ്റ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇതാ സൈലം ഒരു 10% ഡിസ്കൗണ്ടോട് കൂടി പുതിയ ബാച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് നമ്മുടെ സ്വന്തം പ്രാണ ബാച്ച്. അപ്പൊ നിലവിൽ കുറെ മക്കൾ ജോയിൻ ചെയ്തിട്ടുണ്ട്, ജോയിൻ ചെയ്യാത്ത മക്കൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പൊ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെയാണ് വരുന്നത്. നമുക്ക് ഫ്രീഡം ഓഫർ ആണ്, ഫ്രീഡം ടു എക്സൽ ഓഫർ. അതിൽ നിങ്ങളൊരു കൂപ്പൺ കോഡ് യൂസ് ചെയ്താലാണ് നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടോട് കൂടി കിട്ടുന്നത്. ഇനി അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ടാബ്ലറ്റ് യൂസ് ചെയ്ത് ക്ലാസ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ട് 10% ഡിസ്കൗണ്ടോട് കൂടി ടാബ്ലറ്റും നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. അപ്പൊ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? യെസ്, ഈ കാണുന്ന ഫോൺ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി അതിന്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാണ്. നമ്മുടെ ക്ലാസ് 4ന് വേണ്ടി ഒരു വാട്സപ്പ് ചാനൽ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ വാട്സപ്പ് ചാനലിൽ അതാത് ദിവസത്തെ ലൈവിന്റെ കാര്യങ്ങളും റെക്കോർഡ് സെക്ഷന്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. LSS ഒക്കെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും പറ്റുവാണെങ്കിൽ ഇപ്പം തന്നെ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക. ഫാക്കൽറ്റീസ്, അതായത് നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സുമായിട്ടൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺവെർസേഷൻ ഒക്കെ നടത്താനായിട്ട് പറ്റും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് എല്ലാവർക്കും സെറ്റായിട്ട് പവർഫുൾ ആയിട്ട് നമ്മുടെ ഈ ഒരു അക്കാഡമിക് ഇയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം മക്കൾക്ക് എല്ലാവർക്കും ആദ്യം വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.